നിനക്ക് വേണ്ടിയത് കോടികളുടെ സമ്പാദ്യമല്ല, വിസയല്ല, പൈസയല്ല. നിനക്ക് വേണ്ടിയത് ശാശ്വതമായ പരിഹാരം യേശുവാണ് നിനക്ക് വേണ്ടിയത്. ദൈവം ദൈവികത ഇല്ലാത്തതായ ഭവനത്തിൽ യഹൂദ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഹീരാം എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് അവനുണ്ടായിരുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നീ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ നീ സൂക്ഷിച്ചോളണം. നിന്റെ ഫ്രണ്ട്സ് ഒന്നുകിൽ നിന്നെ പണിയുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ നിന്നെ പൊളിക്കുന്നവരായിരിക്കും. നിന്റെ ഫ്രണ്ട്സ് ഒന്നുകിൽ നിന്റെ ലക്ഷ്യത്തിൽ നിന്നെ കൈപിടിച്ച് എത്തിക്കുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ നിന്നെ ലക്ഷ്യത്തിൽ എത്താതെ തടയുന്നവരായിരിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഏത് പ്രായത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ സ്വാധീനിക്കും. അതുകൊണ്ട് നിനക്ക് വേണ്ടിയത് പൊളിക്കുന്ന ഫ്രണ്ട്സിനെയല്ല നിനക്ക് വേണ്ടിയത്, നിനക്ക് പണിയുന്ന ഫ്രണ്ട്സിനെയാണ് നിനക്ക് വേണ്ടിയത്. ഹീരായുടെ ഇൻഫ്ലുവൻസ് യഹൂദ എന്ന 4ാം തലമുറ ആത്മീയന്മേൽ സ്തോത്രം തെറ്റായി കടന്നു വന്നു. ആ ആത്മീയതയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് സ്തോത്രം അവരുത കനാന്യരുടെ നാട്ടിലേക്ക് കടന്നുപോയി കനാന്യ പെണ്ണിനെ കല്യാണം കഴിച്ചു. ഈ യഹോവയെ വിശ്വസിക്കാത്ത, യഹോവയാം ദൈവത്തെ ആരാധിക്കാത്ത, യഹോവയാം ദൈവത്തെ സേവിക്കാത്തതായ ഒരു അന്യദേശക്കാരിയെ കല്യാണം കഴിച്ചു. ഞാൻ പറയട്ടെ, നിങ്ങൾ ആത്മീയരാണ് എങ്കിൽ യേശുവുള്ള സ്നാനപ്പെട്ട പരിശുദ്ധാത്മാവിൽ എന്ന് പറഞ്ഞാൽ വേർപെട്ട ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരെ മാത്രമേ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ കഴിയത്തുള്ളൂ.